മനുഷ്യ ശരീരത്തെപ്പറ്റി പലവിധ കമൻറ്റുകൾ ആൾക്കാർ പറയാറുണ്ട്. അതിൽ ചില കമൻറ്റുകളൊക്കെ അക്സെപ്റ്റബിളാണ് എന്ന് തോന്നും, ചിലത് മോശമാണെന്ന് തോന്നും. അതുപോലെയുള്ള ഒരു കമൻറ്റിനെ ചൊല്ലി ഒരു കേസ് അത് ഹൈക്കോടതിയിൽ വന്നു. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ജാനുവരി 6-ാം തീയതിയിലത്തെ ജഡ്ജ്മെൻറ്റാണ്. ഇതിൽ വന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ KSEBയിലെ 2 ജീവനക്കാർ, സ്ത്രീയും പുരുഷനും. അതിൽ പുരുഷൻ യു ഹാവ് എ ഫൈൻ ബോഡി സ്ട്രക്ചർ എന്നൊരു മെസ്സേജ് ഈ സ്ത്രീക്ക് അയക്കുന്നു. ആ സ്ത്രീ ഒഫൻഡഡായി അതിൽ. അതുകൂടാതെ പലതവണ മെസ്സേജ് അയച്ചു. അതിനൊക്കെ അശ്ലീല ചൊവ്വയുണ്ടായിരുന്നു. ആ മെസ്സേജുകളൊന്നും കോടതി കോട്ട് ചെയ്യുന്നില്ല, പക്ഷെ കോടതി അത് വായിച്ചു എന്ന് റെക്കോർഡ് ചെയ്യുന്നു. അതൊക്കെ മഹാമോശമായി പോയി. അതുകൂടാതെ പലതവണ ഫോൺ വിളിച്ചു. പിന്നെ ഇപ്പോൾ പല രീതിയിൽ ഫോൺ വിളിക്കുമല്ലോ. സാധാരണ മൊബൈൽ ഫോണിൽ നിന്ന് വിളിക്കാം. ഇതുകൂടാതെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറോ അതിൽ വിളിക്കാം, വാട്സാപ്പിൽ വിളിക്കാം. അപ്പോൾ ഫോൺ ചെയ്യാൻ പലവിധ മാർഗങ്ങളുണ്ട്. അപ്പോൾ ഇവർ ഇതൊക്കെ വെച്ചിട്ട് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസും വകുപ്പും ഒക്കെ ഉണ്ട്. സെക്ഷൻ 354A(1)(4) എന്നൊക്കെ പറഞ്ഞുള്ള വകുപ്പ്, കേരള പോലീസ് ആക്ട്. The specific allegation is that the accused commented that the body structure of the de facto complainant was fine. Body structure is fine. And thereafter, on 15/6, 17/6, 26, the accused sent messages with sexual overtones to the mobile number of the de facto complainant from his mobile number. ഇതൊക്കെയാണ് പരാതി. പലവിധ മെസ്സേജ് വേണ്ടാത്തതും ഒക്കെ അശ്ലീലവും ഒക്കെ ആയി മെസ്സേജുകൾ അയച്ചു. വാസ്തവം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തത്, ഇയാളെ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ എന്താ ഇവർക്ക്? അല്ല, ഞാൻ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് മറ്റേയാൾ കൊള്ളാവുന്നവനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പ്രൂഡൻ ലേഡി, സാധാരണഗതിയിൽ ഒരു സാധാരണ സ്ത്രീ ആരെങ്കിലും ഫോണിലോ വാട്സാപ്പിലോ വേണ്ടാത്തത് പറഞ്ഞ് തുടങ്ങിയാൽ ആ നിമിഷം അയാളെ ബ്ലോക്ക് ചെയ്യും. അല്ലാതെ പിന്നെയും അയാളുടെ കോൾ വരിക, ഇവരെടുക്കുക, എന്നിട്ട് അശ്ലീലം പറഞ്ഞ് സംസാരിച്ചു എന്ന് പറഞ്ഞ് കംപ്ലയിൻ്റ് ഉണ്ടാക്കുക. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? അത് തുടക്കത്തിൽ തന്നെ ബ്ലോക്ക് ചെയ്ത്. യു ഹാവ് എ ബ്ലോക്കിംഗ് പ്രൊവിഷൻ. ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്യാം, മൊബൈലിൽ ബ്ലോക്ക് ചെയ്യാം, ട്വിറ്ററിൽ ബ്ലോക്ക് ചെയ്യാം. എവറി ആപ്ലിക്കേഷൻ ഈസ് ഹാവിങ് എ ബ്ലോക്ക് ഓപ്ഷൻ. യു ബ്ലോക്ക് ദാറ്റ്. ഇതുപോലെ മോശം സംസാരിക്കുക തുടങ്ങുമ്പോൾ തന്നെ അതങ്ങ് ബ്ലോക്ക് ചെയ്യണ്ടേ? ബട്ട് എന്ന് വെച്ച് മറ്റേയാൾ ചെയ്ത് ശരിയൊന്നും ആകുന്നില്ല കേട്ടോ. ലെറ്റ് us കം ബാക്ക് ടു ദ കേസ്. അങ്ങനെ ഇയാൾ de facto complainant has been working as senior assistant in KSEB. പരാതിക്കാരി KSEBയിലെ സീനിയർ അസിസ്റ്റൻറ്റ്. പ്രതിയോ സബ് എഞ്ചിനീയർ ഓഫ് ദ ഇലക്ട്രിക് സെക്ഷൻ വേർ ദ de facto complainant was working, though he is retired now. ആളിപ്പോൾ റിട്ടയർഡാണ്. പക്ഷേ ഈ സംഭവ സമയത്ത് അദ്ദേഹം സബ് എഞ്ചിനീയർ ആയിരുന്നു ഒരേ ഓഫീസിൽ. ഇദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരിയാണ് ഈ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. നുണയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ മൊബൈൽ നമ്പർ അത് ഇത് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. ഏതായാലും ജഡ്ജി എത്തിച്ചേർന്ന ഒരു നിഗമനം, ലീഗലി എത്തിയ നിഗമനം, ഈ ഒരൊറ്റ കാര്യം മതി. യു ഹാവ് എ ഫൈൻ ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അത് സെക്ഷൻ 354 പെടുന്നതാണ്. IPCയിലെ കുറ്റമാണ്. BNSൻ്റെ നമ്പർ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ BNS നമ്പർ പറയാത്തത്. ഇയാൾ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അശ്ലീലമല്ല, ബോഡി സ്ട്രക്ചർ ഈസ് ഫൈൻ എന്ന് പറഞ്ഞാൽ കാണാൻ സുന്ദരിയായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അശ്ലീലമാണ്. കോടതി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല. യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്നല്ല എഴുതിയിരിക്കുന്നത്, യുവർ ബോഡി സ്ട്രക്ചർ ഈസ് ഫൈൻ എന്നാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് വിചാരണയ്ക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് കേസ് ക്യാൻസൽ ചെയ്യാൻ ജസ്റ്റിസ് എ ബദറുദ്ദീൻ വിസമ്മതിച്ചു. ഞാനിതിപ്പോൾ പറയാൻ കാര്യമുണ്ട്, ഇത്തരം കേസുകൾ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു.
പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ. ട്വിറ്ററിൽ അല്പം കുറവാണ്. ഇൻസ്റ്റയിൽ ഞാൻ ഉണ്ടെങ്കിലും ഞാൻ ആക്റ്റീവ് അല്ല, അതുകൊണ്ട് ഇൻസ്റ്റയിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടെ. അവിടെ ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എസ്പെഷ്യലി ഫേസ്ബുക്ക് അശ്ലീലതയുടെ ഒരു വിളയാട്ടമായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ദേഷ്യപ്പെടാനുള്ളൊരു സ്ഥലം. എന്തിനും ദേഷ്യപ്പെടും. അപ്പോൾ നമ്മൾ ഒരു കാര്യം എഴുതി, ജവഹർലാൽ നെഹ്റു നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു എന്ന് എഴുതിയെന്ന് വെച്ചു. നെഹ്റുവിനോട് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളിന് നിങ്ങൾ പറയുന്നത് ശരിയല്ല, അങ്ങനെ അത്ര നല്ലൊന്നും ആളായിരുന്നില്ല എന്ന് പറയാം. ബട്ട് ഇത് പറയുന്നതിന് പകരം നേരെ നീ ആരടാ എന്ന് ചോദിച്ചുകൊണ്ടൊരു തെറി. ഇതാണ്. അപ്പോൾ അതങ്ങനെ വേണം ചെയ്യാനെന്ന് പലരും ധരിച്ചിരിക്കുന്നു. ആ ഒരു ധാരണ തിരുത്തേണ്ടതല്ലേ. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ചീത്ത പറയാനും ദേഷ്യപ്പെടാനും മാത്രമുള്ളതും മാന്യന്മാരെ അപമാനിക്കാനുള്ളതും ഒക്കെയായ ഒരു സാധനമാണ്. ഇതിന് പറ്റിയ കള്ളപ്പേരുകളിൽ പ്രൊഫൈൽ തുടങ്ങാനും പറ്റും ഫേസ്ബുക്കിൽ. ഇപ്പോൾ എൻ്റെ സ്വന്തം പേരിലാണ് ഞാൻ ഫേസ്ബുക്കിലുള്ളത്. പക്ഷേ ഞാൻ എഴുതിയതിന് താഴെ കമൻറ്റ് ചെയ്യുന്നവർ പലരും സ്വന്തം പേരുള്ളതല്ല. അതുകൊണ്ട് അവർക്ക് എന്തും എഴുതാം. ടി ജി മോഹൻദാസിനെ ചീത്ത പറയാൻ വേറെ മാർഗമൊന്നുമില്ല. ഫോണിലോ വല്ലതും വിളിച്ച് അപ്പോൾ ആ നമ്പർ എൻ്റെ കിട്ടി ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ കേസാവും. അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് എന്താ? ഒരു കള്ള പ്രൊഫൈലിൽ ഫേസ്ബുക്കിൽ താഴെ വന്നിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് കമൻസ് കാണാറില്ലാത്തതുകൊണ്ട് നോക്കാറില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. അത് മാത്രമല്ല, 4 തെറി എന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചാൽ ഞാൻ അലിഞ്ഞ് ഇല്ലാതെയാകുന്ന ടൈപ്പുമല്ല. എനിക്കതിൽ അങ്ങനെ ഒരു വലിയ ഇതൊന്നും തോന്നാറില്ല, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ എല്ലാവരും. ഈ സ്വഭാവം നല്ലതല്ലല്ലോ. ഇപ്പോൾ ഇന്നിപ്പോൾ നടന്ന സംഭവം, ഈ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ ഉടമസ്ഥൻ ബോബി ചെമ്മണ്ണൂർ, അദ്ദേഹം നിരന്തരം ഒരു സിനിമാ താരത്തെ പറ്റി നിരന്തരം മോശം കമൻസ് അടിക്കുന്നു. ഞാൻ 1-2 എണ്ണമേ കണ്ടിട്ടുള്ളൂ, കൂടുതൽ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ട 1-2 എണ്ണം വാസ്തവത്തിൽ അത് ദ്വയാർത്ഥ പ്രയോഗമായിരുന്നു. അതില്ലാന്ന് വെള്ളപൂശാൻ നിൽക്കരുത്, അതൊന്നും ശരിയൊന്നുമല്ല. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഈ കണ്ടാൽ കളി കണ്ടില്ലെങ്കിൽ കാര്യം എന്നുള്ളൊരു ടെക്നിക്കുണ്ടല്ലോ. ഒരു വാക്ക് ഉപയോഗിക്കുക, എന്നിട്ട് അല്ല ഞാൻ ആ വാക്ക് അല്ല അതങ്ങനെയല്ല, അത് നിങ്ങളുടെ മനസ്സിലല്ലേ, അശ്ലീലം നിങ്ങളുടെ മനസ്സിലാണ്, ഞാൻ എഴുതിയത് നേരെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കരുത്. ഇദ്ദേഹം പതിവായിട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പലരും പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയോ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് അന്വേഷിക്കുകയോ കാണുകയോ ചെയ്യുന്ന ആളല്ല. ഈ പ്രത്യേക സംഭവവും കേസും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പോലീസ് കൊണ്ടുപോകുന്നു കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. ശരിയാണല്ലോ, ഞാൻ കണ്ട 2 കമൻറ്റ്, അത് ഈ പ്രത്യേക നടിയെ പറ്റിയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ കമൻറ്റ് ശരിക്കും ദ്വയാർത്ഥ പ്രയോഗമുള്ള അശ്ലീലമായിരുന്നു. അത് ചെയ്യരുതായിരുന്നു. പ്രത്യേകിച്ചൊരു ബിസിനസ് മാൻ എന്നുള്ള നിലയ്ക്ക് എന്തിനാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി അദ്ദേഹം കളഞ്ഞു കുളിക്കുകയല്ലേ ചെയ്യുന്നത് ഇത്തരം പെരുമാറ്റത്തിലൂടെ. ഒന്നാമത് സ്വർണ്ണക്കച്ചവടം എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ സ്വർണം വാങ്ങുന്നത്. ഇന്ന കടയിലെ സ്വർണം അവർ തറവാടികളാണ്, അവർ കള്ളത്തരം കാണിക്കില്ല. അല്ലാതെ നമുക്ക് ഈ സ്വർണം നമുക്ക് പരിശോധിക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. നമുക്കിത് ലാബിൽ കൊണ്ടുപോയിട്ട് 916 ആണോ എന്നൊക്കെ നോക്കിയിട്ടാണോ സ്വർണം മേടിക്കുന്നത്? അവർ പറയുന്നു 916 ആണ്, 22 ക്യാരറ്റ് അല്ലെങ്കിൽ 16 ക്യാരറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിന് ഒരു ബേസ് വേണം, ഈ ട്രസ്റ്റിൻ്റെ ഒരു ബേസ് വേണം. അങ്ങനെയാണ് ഈ സ്വർണ്ണ വ്യാപാരമൊക്കെ ഒരു ഫാമിലിയുടെ ഒക്കെ ആയിട്ട് മാറുന്നത്. ഭീമ, ആലപ്പാട്ട്, ചുങ്കത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആ ഫാമിലിയുടെ പേരാണ് അവർ ഉപയോഗിക്കുന്നത് ഫോർ ദെയർ ക്രെഡിബിലിറ്റി. ഫൈനാൻഷ്യൽ ഡീലിങ്സും ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് മുത്തൂറ്റ്, മണപ്പുറം എന്നൊക്കെ പറഞ്ഞ് കുടുംബ പേരുകൾ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആ കുടുംബത്തിന് ഒരു വിശ്വാസ്യതയുണ്ട്. പണ്ട് പരമ്പരാഗതമായിട്ട് ഉള്ള കുടുംബമാണ്. അപ്പോൾ അവരെ നമുക്ക് ഭദ്രമായിട്ട് പൈസ ഏൽപ്പിക്കാം. ഇപ്പോൾ ചെമ്മണ്ണൂർ അത് കുടുംബമാണോ അതോ സ്ഥലപ്പേരാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കണം ചെമ്മണ്ണൂരും വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റിക്ക് ഒരു കുറവല്ലേ? അതിൻ്റെ ഉടമസ്ഥൻ ഇങ്ങനെ ഒരു
കോമാളിയെ പോലെ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ഈ നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യാറില്ലെങ്കിലും ഇടയ്ക്ക് വരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ വരും, അല്ലെങ്കിൽ റീൽസൊക്കെ വരും. ശരി, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, ക്രെഡിബിലിറ്റി അതുകൊണ്ട് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് അങ്ങേർക്കറിയാം, ഇല്ലേ? അങ്ങേരാണല്ലോ ബിസിനസ് നടത്തുന്നത്. ഞാൻ പുറത്തുനിന്ന് എത്രയോ ദൂരെ നോക്കുന്ന ഒരു മനുഷ്യനാണ്. ബട്ട് ഈ സംസാരം ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് അപകടം തന്നെയാണ്. അത് ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലെ ഈ തെറിവിളിക്കാർ മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇപ്പോൾ ഇന്ന് പുതിയൊരു കംപ്ലയിൻ്റ് കൂടെ വന്നിട്ടുണ്ട്, മാലാ പാർവതിയുടെ കംപ്ലയിൻറ്റ്. അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല, ടി വിയിൽ ഇങ്ങനെ സ്ക്രോൾ പോകുന്നത് കണ്ടു. ഇന്നലെ രാത്രി മുതൽ അത് കാണുന്നുണ്ട്. മാലാ പാർവതിയും കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ന്യായമായിട്ട് പലരും, ഞാൻ അൺഒഫീഷ്യലി സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് അവർ വേറൊരാളിനെ ചീത്ത പറഞ്ഞതാണ്, അപ്പോൾ ഈ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശരി, അവർ വേറൊരാളിനെ ചീത്ത പറഞ്ഞതാണെന്ന് വെച്ചു. അതിന് പകരം നിങ്ങളാരാ അവരെ ചീത്ത പറയാൻ? അവർ വേറൊരാളിനെ ചീത്ത പറഞ്ഞെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അതിന് നിങ്ങൾക്ക് ഇവരെ ചീത്ത പറയാനുള്ള ഒരു ലൈസൻസ് ആകുന്നില്ല. അവർ ഒരാൾ മിസ്ബിഹേവ് ചെയ്യുന്നു വേറൊരാളിനോട്, അല്ലെങ്കിൽ പൊതുരംഗത്ത് മിസ്ബിഹേവ് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അയാളെ ചീത്ത പറയാൻ അവകാശമില്ല. നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ളതല്ലാതെ ഡയറക്റ്റ് അയാളെ ചീത്ത വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇത് സാധാരണ റോഡിലൊക്കെ ആണെങ്കിൽ ആരുടാന്ന് ചോദിക്കുമ്പോൾ എന്തടാന്ന് ചോദിച്ചു, അവൻ ആരുടാന്ന് എന്നോട് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ എന്തടാന്ന് ചോദിച്ചു എന്നൊക്കെ നമുക്ക് ന്യായം പറയാം. അത് ന്യായം ശരിയാണ് താൻ. എന്നെ ചീത്ത പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. റോഡിൽ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചീത്ത പറഞ്ഞാൽ അതങ്ങ് ആകാശത്തിലേക്ക് പോയി, മറ്റേ ആളും വണ്ടി കയറിപ്പോയി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കും പോയി. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല, അതവിടെ കിടക്കുന്നു. നിങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും. ഈ തെറി വിളിക്കുന്ന പലർക്കും അറിയില്ല ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഞാനും ഫേസ്ബുക്കിൽ ഇടയ്ക്ക് വല്ലതും പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കുകയോ ചെയ്യുന്ന ആളാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ശരി, ജോസഫ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര ചീത്ത എഴുതിയിരിക്കുന്നു. ഹോ, എന്തൊരു മനുഷ്യൻ! എനിക്ക് ആ വഴക്കിൽ യാതൊരു പ്രശ്നമില്ല. ജോസഫ് അഗസ്റ്റിൻ എന്നെ അറിയില്ല, ഞാൻ ജോസഫ് അഗസ്റ്റിനെ അറിയില്ല. തീർത്തും അപരിചിതരാണ്. എന്നാലും അപരിചിതനായ എൻ്റെ മനസ്സിൽ ജോസഫ് അഗസ്റ്റിനെ പറ്റി മതിപ്പ് കുറഞ്ഞു പോകും, ഇല്ലേ? അതിൻ്റെ ആവശ്യമുണ്ട്. അത് ചെയ്യാമോ? ഞാനിത് തുടക്കം മുതലേ ഇത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ ഇറങ്ങുന്ന കാലത്ത് തന്നെ തലയ്ക്ക് വെളിയുള്ള ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കും ഗവൺമെൻറ് ഓഫ് കേരളയ്ക്കും ഒക്കെ അറിയിച്ചതാണ്, ഈ കള്ള പ്രൊഫൈലുകൾ തുടങ്ങാൻ സമ്മതിക്കരുത്. ഓരോ പ്രൊഫൈൽ FBയിലാണെങ്കിലും എവിടെയാണെങ്കിലും തുടങ്ങുമ്പോൾ അതാരാണ് എന്നുള്ള വിവരം സർക്കാരിനെ അറിയിക്കണം. യുവർ പ്രൊഫൈൽ ഓർ യുവർ പേജ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ഷുഡ് ബി ലിങ്ക് ടു ആധാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ഷൻ ID ആയിട്ട് പോലീസിന് നിങ്ങളെ ട്രേസ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ കള്ളപ്പേര് ഇരുന്നോട്ടെ, നിങ്ങൾ ഇട്ടിക്കണ്ടപ്പൻ എന്ന് പറഞ്ഞൊരു പേരിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിരുന്നോട്ടെ. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരാണെന്ന് അറിയണ്ട, ശരി, അറിയണ്ട. നിങ്ങളുടേതല്ലാത്ത വേറൊരു ഫോട്ടോയുമാണ്, ഒരു മരച്ചില്ലയാണ് ഫോട്ടോ ആയിട്ട് ഇട്ടിരിക്കുന്നത്, അതും അക്സെപ്റ്റഡ്. ബട്ട് ഇന്ത്യൻ പോലീസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള, അത് അറിഞ്ഞിരിക്കണം നിങ്ങൾ ആരാണെന്നുള്ളത്. ദാറ്റ് ഇൻഫർമേഷൻ വിൽ ബി കെപ്റ്റ് സീക്രട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു കമ്മിറ്റ് എ ക്രൈം ഓർ നോൺസെൻസ്, ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ പിടിക്കാനുള്ളൊരു സംവിധാനം വേണം. അല്ലാതെ ഫേസ്ബുക്കിന് പിന്നാലെ ഓടേണ്ട ഗതികേട് പോലീസിന് ഉണ്ടാവരുത്. ഇപ്പോൾ പല കേസുകളും എങ്ങും എത്താതെ പോകുന്നത് ഫേസ്ബുക്കിൽ നിന്ന് റിപ്ലൈ വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഈ തെറി വിളിച്ച ആളിനെ ഞാൻ വിളിച്ച് തെറി ഡിലീറ്റ് ചെയ്യാനും പറ്റും, കഴിഞ്ഞില്ലേ? അപ്പോൾ വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് ഇയാൾ ഈ തെറിവിളിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണും. പക്ഷേ സ്ക്രീൻഷോട്ട് കൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്തതാണോ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണോ, പിന്നെ അതിൻ്റെ ഫോറൻസിക് ഇത് 4 ചീത്ത പറഞ്ഞാൽ ഇതിൻ്റെ ഈ കേസിൻ്റെ പിന്നാലെ മനുഷ്യജീവിതം മുഴുവൻ കളയാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ആൾക്കാർ കേസ് ഉപേക്ഷിക്കും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
ഞാൻ മാത്രമല്ല എത്രയോ പേര് സജസ്റ്റ് ചെയ്തതാണ് ഈ ഇൻഫർമേഷൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവണം. ആരാണ് ഈ കക്ഷി നാരായണൻകുട്ടി എന്നുള്ള പേരിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്? നാരായണൻകുട്ടി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നാരായണൻകുട്ടിയല്ല, ജോസഫ് എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്. പക്ഷെ അത് പോലീസിൽ അറിഞ്ഞിരിക്കണം. അതുപോലും ഇല്ലാത്ത അവസരത്തിലാണ് തോന്നിവാസം ആൾക്കാരെല്ലാം ഇടപെടുന്നത്. പല പ്രൊഫൈലും കേരളത്തിലായിരിക്കില്ല, ഭാരതത്തിൽ പോലും ആയിരിക്കില്ല. അവർക്ക് ആരോടും യാതൊരു ഉത്തരവാദിത്വമില്ല. അവർ എഴുതി കഴിഞ്ഞാൽ ഫേസ്ബുക്കിനോട് ചോദിച്ചാൽ ഫേസ്ബുക്ക് ഇന്ത്യയുടെ കൺട്രോളിലാണ്. അല്ല, അത് അമേരിക്കൻ കമ്പനിയല്ലേ, മെറ്റ, ആ കമ്പനിയാണ് ഫേസ്ബുക്ക്, വാട്സാപ്പ്. അത് നമ്മളെല്ലാം അതിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അത് പറയാൻ പോയാൽ ഒരുപാടുണ്ട്. ഞാൻ കൂടെ പറയാറുമുണ്ട്. അത് കേട്ട് നിങ്ങൾക്കിപ്പോൾ ബോറടിച്ച് കാണും. നമുക്കൊരു നിയന്ത്രണമില്ല ഈ പറഞ്ഞ സാധനത്തിന് പുറത്തുനിന്ന്. ആ പ്ലാറ്റ്ഫോമിൽ കിടന്നാണ് ഈ തമ്മിലടിയും തെറിവിളിയും ബഹളവും. അത് അന്യോന്യം ആർക്കും അറിയാനും വയ്യ. അറിയാവുന്ന ആൾക്കാരെ അറിയപ്പെടാത്ത ആൾക്കാർ തെറി പറയുന്നു. എന്ത് ചെയ്യും അവർ? അവരുടെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തിരിക്കുന്ന ആൾ പ്രസിദ്ധനാവും, ഇല്ലേ? നിങ്ങൾ യേശുദാസിന് ചീത്ത പറയും, യേശുദാസ് നിങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ പേര് പത്രത്തിൽ വരും. യേശുദാസിനെ ചീത്ത പറഞ്ഞ മോഹൻദാസ് എന്ന് ഫോട്ടോയും ഉടനെ ഞാൻ പ്രശസ്തനായി. ഇപ്പോഴത്തെ കാലത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി ഇല്ല, വെറും പബ്ലിസിറ്റിയേ ഉള്ളൂ. ജയിലിൽ പോയാൽ ഹീറോ ആകാം, അല്ലേ? ജയിലിൽ പോകുന്ന ആൾക്കാരെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുദാസിനെ ചീത്ത വിളിച്ചിട്ട് മോഹൻദാസിൻ്റെ ഫോട്ടോ പത്രത്തിൽ വരും. 2 ദിവസം ജയിലിൽ കിടന്നാലെന്താ, ഫോട്ടോ വന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ ലോജിക്ക്. അപ്പോൾ ഈ പ്രവണത അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. സ്ത്രീകളെ വാസ്തവം പറഞ്ഞാൽ മാന്യമായിട്ട് പറയാൻ എന്താ പ്രയാസം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സ്ത്രീ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ചീത്തവിളിയും അശ്ലീലവും തുടങ്ങുകയാണ്. പലപ്പോഴും പുരുഷന്മാർ സ്ത്രീയുടെ പേരും വെച്ചിട്ട് സ്ത്രീ എഴുതുന്ന പോലെ എഴുതിയിട്ട് ഇവന്മാരെയൊക്കെ അട്രാക്റ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം ഞാൻ പെണ്ണൊന്നുമല്ല ആണാണെന്ന് പറയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ജാള്യമുണ്ടല്ലോ, അതും പലരും ഫേസ്ബുക്കിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാസങ്ങളോളം വർഷങ്ങളോളം സ്ത്രീയായിട്ട് തുടർന്നിട്ട് ഒരു ദിവസം പറഞ്ഞ് ഞാൻ സ്ത്രീയൊന്നുമല്ല, ഞാൻ നാരായണൻ നായരാ എന്ന് പറയും. അപ്പോൾ ഇതുവരെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നവർക്കുണ്ടാകുന്ന ഇളിഭ്യത ആലോചിച്ച് നോക്കിയേ. ബട്ട് അത് സംഭവിക്കും. ഇതെല്ലാം സംഭവിക്കാൻ കാരണം ഇതിന് മോണിറ്ററിങ് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. വൺസ് യു സ്റ്റാർട്ട് മോണിറ്ററിങ്, ഓൾ ദീസ് നോൺസെൻസ് വിൽ കം ടു ആൻ എൻഡ്. അതുപോലെ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിമിറ്റ് വിട്ട് ഒരാൾ സംസാരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ ബ്ലോക്ക് ചെയ്യുക, ഫോണിൽ ബ്ലോക്ക് ചെയ്യുക, സകല സ്ഥലത്തും ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ മേലധികാരിയാണ്, സ്വന്തം മേലധികാരിയെ എന്ത് ചെയ്യും? പൊളൈറ്റായിട്ട് പറയുക, സാറിൻ്റെ ഫോൺ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, സാറിൻ്റെ മെസ്സേജസ് അത്ര ശരിയല്ല, അതുകൊണ്ടാണ്. ദാറ്റ് ഇസ് ഓൾ. അല്ല, അപ്പോൾ ഒഫീഷ്യൽ കാര്യം നിങ്ങളെ അറിയിക്കാൻ ലാൻഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ഇനി അസമയത്ത് സാറിന് എന്നെ വിളിക്കണം, ഇലക്ട്രിസിറ്റി ബോർഡല്ലേ, എന്താ അവശ്യ സർവീസ്, എന്തൊരാവശ്യം, എന്തുമായിക്കോട്ടെ, സാറിന് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ നമ്പർ തരാം, വിളിച്ചാൽ മതി, ആവശ്യം പറഞ്ഞാൽ മതി, ഹി വിൽ അറേഞ്ച്. ഇത് ചെയ്യണം ബോൾഡായിട്ട്. അതല്ലാതെ മേലധികാരിയുടെ ഭയന്ന് അയാളുടെ ചീത്തയും തെറിയും കേട്ട് അവസാനം നിവൃത്തികേടില്ലാതെ ഈ കാലമാടൻ റിട്ടയറായി കഴിഞ്ഞപ്പോൾ കേസുമായിട്ട് പോകേണ്ട ഗതികേട് ഉണ്ടാവരുത്. അത്രയധികം ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഡോക്ടറുടെ മനസ്സോടെ നിങ്ങൾ ഈ ചീത്തയെ കണ്ടു നോക്കിയേ. ഈ ചീത്ത, അശ്ലീലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആൺ പെൺ ലൈംഗിക അവയവങ്ങളുടെ പേരുകൾ ആവർത്തിച്ച് പറയുക, ഇതിൽ ഈ ചീത്ത എന്ന് പറയുന്നത്. ഡോക്ടർമാരൊക്കെ ഇത് ദിവസവും എത്ര തവണ കാണുന്നു? ഡെഡ് ബോഡിയിലും ജീവനുള്ളതും. അവർക്കാർക്കും ഈ പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അല്പം ക്ലിനിക്കലി ഇതിനെ കാണുക, മനസ്സിലായി? അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഭേദമുണ്ട്. എന്ന് വെച്ച് വല്ലവൻ്റെയും ചീത്ത കേൾക്കണമെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഓർമ്മ നിൽക്കും. ദ മൊമെൻറ്റ് സംബഡി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് നോൺസെൻസ്, യു ബ്ലോക്ക് ഹിം മേഴ്സിലെസ്ലി. വാട്ട് ഈസ് യുവർ, ആരുടെയെങ്കിലും ചീത്ത കേൾക്കാൻ നിങ്ങൾ ഏറ്റിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് എന്നെ ചീത്ത വിളിച്ചേ എന്ന് പറഞ്ഞ് കേസിന് പോകുന്നതിന് പകരം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് ബ്ലോക്ക് ചെയ്യുക.
ഞാൻ മറ്റേ പറഞ്ഞ കാര്യമൊന്നും ഉടനെ നടക്കാനൊന്നും പോകുന്നില്ല. ഓരോ പ്രൊഫൈലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം. എന്ത് ലിങ്ക് ചെയ്യണം? സായിപ്പ് ചോദിച്ചാൽ നമ്മളെല്ലാവരും കൊടുക്കും. ഇവിടെ നമ്മുടെ സർക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കില്ല, ഇല്ലേ? സായിപ്പിന് നമ്മൾ ഇമെയിൽ ID കൊടുക്കും, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കും. മൊബൈൽ നമ്പർ കൊടുക്കാതെ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. നിങ്ങളുടെ ക്യാമറയിൽ ആക്സസ് കൊടുക്കണം. എന്ത് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ഗാലറി, ക്യാമറ, നിങ്ങളുടെ ക്ലൗഡ് ഇതെല്ലാം ആക്സസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷനിൽ കയറാനും പ്രയോഗിക്കാനും പറ്റുള്ളൂ. എന്തിനാണ് ഇവരിതെല്ലാം കളക്ട് ചെയ്യുന്നത്? നമ്മുടെ ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്. ഇതേ ഡാറ്റ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ ഹം കാഗസ് നഹീ ദിഖായെങ്കെ. എൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറയില്ല. നിൻ്റെ അച്ഛൻ ആരാണെന്ന് നീ പറഞ്ഞില്ലേ പിന്നെ അയൽവക്കത്തുകാരൻ പറയുമോ? ഇല്ലില്ല, അത് ഞാൻ പറയില്ല. സായിപ്പ് ചോദിക്കുമ്പോഴോ ഇതെല്ലാം പലതവണ കൊടുക്കും. ഇലോൺ മസ്കിന് കൊടുക്കും, സുക്കർബർഗിന് കൊടുക്കും, പിന്നെ ഏതെങ്കിലും സായിപ്പുണ്ടെങ്കിൽ അങ്ങേർക്ക് കൊടുക്കും. ട്രംപ് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് മുന്നാധാരം വരെ കോപ്പി എടുത്ത് കൊടുക്കും. പക്ഷേ നരേന്ദ്രമോദിയോ പിണറായി വിജയനോ ചോദിച്ചാൽ അത് പറ്റില്ല, അത് തരില്ല. നമ്മുടെ സർക്കാർ കൊള്ളില്ലാത്ത സർക്കാർ, സായിപ്പ് കൊള്ളാവുന്നു. ഈ ഇക്വേഷനൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടാണ് നമ്മൾ ഈ വേണ്ടാത്ത കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത്. ഇതേറ്റവും വേഗം അവസാനിക്കാൻ പ്രയത്നിക്കുക. ബട്ട് പ്രാക്ടിക്കലി ചെയ്യാവുന്നൊരു കാര്യം ഈ അശ്ലീലം തുടങ്ങുന്നിടത്ത് വെച്ച് ബ്ലോക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് സാധ്യമല്ല. വളരെ പോപ്പുലറായിട്ടുള്ള ആൾക്കാർ ഇപ്പം 10,000, 24,000, 30,000 കമൻ്റൊക്കെ വരുന്നത് ഓരോരുത്തരും വായിച്ച് നോക്കിയിട്ട് ബ്ലോക്ക് ചെയ്യാനൊക്കെ നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമൻറ്റ് ബോക്സ് ക്ലോസ് ചെയ്ത് വയ്ക്കും. സംതിങ് ഈസ് ടു ബി ഡൺ ടെമ്പററിലി. ബട്ട് ബെസ്റ്റ് തിങ് ഈസ് ബ്ലോക്ക് ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ സോ ദാറ്റ് വൺസ് ഫോർ ഓൾ യു കം ഔട്ട് ഓഫ് ദിസ് ഹെഡേക്ക്. അതല്ലാതെ കോടതി, പോലീസ്, ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞ് എത്ര കാലം നടക്കുമെന്ന് ഒരു കാര്യത്തിൻ്റെ പിന്നാലെ. So think wisely. Thank you.